നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് തെളിവുകൾ പകൽ പോലെ വ്യക്തമാവുക, അത് അലസിപ്പിക്കാൻ, ഗർഭം അലസിപ്പിക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെയും നിസ്സഹായ അവർ അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെയും ഓഡിയോ സംഭാഷണങ്ങൾ പ്രചരിക്കുക, എന്നിട്ടും അതിനെ ന്യായീകരിക്കുക, പിന്തുണച്ച് ഒരു കൂട്ടം നേതാക്കൾ വരിക. എന്താണ് നിങ്ങളുടെ പാർട്ടി? CPM-ലെയും BJP-യിലെയും പെൺവിഷയങ്ങൾ എടുത്തിട്ടലക്കിയിരുന്ന കതറിട്ട മാന്യന്മാർ പൊതുസമൂഹത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണോ? നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ദിനം പ്രതി ജനത്തെ കാണുന്ന പ്രവർത്തകർ എങ്ങനെ തലയുയർത്തി നടക്കും? ചോദ്യങ്ങൾക്ക് എന്തുത്തരം നൽകും? അത്രയ്ക്ക് മഹാനാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ? രാഹുൽ എന്ന ഈ സ്ത്രീ പീഡകൻ പോയാൽ ഇല്ലാതാകുന്നതാണോ മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനം? അതോ കൈവിട്ടാൽ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? ഉത്തരം വേണം തിരഞ്ഞെടുത്ത ജനത്തിന്, പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകർക്ക്. ഇന്നും വരികയാണ് രാഹുലിനെ ന്യായീകരിച്ച് ചില ഗോഡ് ഫാദർമാർ. വലിയ തോതിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ഭാവിയിലെ മുഖ്യമന്ത്രി എന്നുവരെ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പലരുടെയും തനിക്കൊണം ഇപ്പോൾ ജനം മനസ്സിലാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് രക്ഷപ്പെടില്ല, MLA സ്ഥാനവും രാജിവെക്കണം. ഇങ്ങനെ ഒരാൾക്ക് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള എന്ത് യോഗ്യതയെന്ന് ആ പാർട്ടി ചിന്തിക്കണം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. വിവാദ ചുഴിയിൽപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം, കുരുക്കുമുറുക്കി ഫോൺ സംഭാഷണം. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. തന്റെ പെർമിഷൻ ഇല്ലാതെ താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. താൻ ഇതിന്റെ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. എനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് താൻ വിചാരിക്കുന്നത്? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? തനിക്ക് തന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് എത്ര സമയം വേണമെന്നാണ് വിചാരിക്കുന്നത്? എന്നിട്ട് താൻ മിടുക്കനായിട്ടങ്ങ് പോവോ? കൊന്നിട്ട് താൻ എന്താ ചേച്ചി? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. കൈവിട്ട് സതീശൻ, സംരക്ഷിച്ച് ഷാഫി. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനൊരു ആരോപണ പരിസരത്തിൽ. അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ. MLA സ്ഥാനവും തെറിക്കും. രാജി ആവശ്യം ശക്തമാക്കി CPM. ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടിനെ, ക്രിമിനൽ സംവിധാനത്തെ എങ്ങനെയാ ഇതിനൊക്കെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പറയാൻ പറ്റുക? അത്ര വൃത്തിഹീനമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു MLA രാജിവെക്കല്ലാതെ വേറെ എന്ത് ചെയ്യണമെന്ന് താങ്കൾ പറയുന്നത്? അദ്ദേഹത്തിന് എങ്ങനെയാ ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങാൻ സാധിക്കുക? വടകരയിൽ ഷാഫിയുടെ പരിപാടിയിലേക്ക് തള്ളിക്കയറി CPM പ്രവർത്തകർ. തൃശൂരിൽ തൊട്ടിലുമായി സമരം ചെയ്ത് മഹിളാ മോർച്ച. മെസ്സി കേരളത്തിലേക്ക്. ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മത്സരത്തിൽ കളിക്കും. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. 5 ദിവസത്തിൽ കുറയാതെ മെസ്സി കേരളത്തിലുണ്ടാകുമെന്ന് സ്പോൺസർമാർ. ആരാധകരുമായി സംവദിക്കും. അമ്മയ്ക്കെതിരെ തുറന്നടിച്ചു മല്ലിക സുകുമാരൻ. സംഘടനയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. താനും മക്കളും താരസംഘടനയ്ക്ക് അപ്രിയർ. വേണ്ടത്ര രീതിയിൽ തക്കതായ ഭാഷയിൽ പ്രതികരണങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും കണ്ടില്ല, ഇൻക്ലൂഡിങ് ഈ പറയുന്ന അമ്മ. ഇന്നിപ്പം മറ്റേ ആരെങ്കിലും തല്ലിയാലോ പെണ്ണുങ്ങളെ കളിയാക്കിയാലോ അതിനോ ഇതിനോ ഒക്കെ സകലമാന പേരും എടുത്തു വെച്ച് ചാടുന്നുണ്ട്. പക്ഷെ അന്ന് ആരെയും കണ്ടില്ല. അത് സത്യം തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു. അതിജീവിതയെ അമ്മയിലേക്ക് തിരിച്ചെടുക്കണമെന്നും ആവശ്യം. ധർമ്മസ്ഥല അന്വേഷണം വഴിതിരിയുന്നു. വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. മൊഴിയിൽ പൊരുത്തക്കേടെന്ന് കണ്ടെത്തൽ. പരാതിക്കാരി സുജാത ഭട്ട് മൊഴി മാറ്റി. തനിക്ക് മകളില്ലെന്ന് ഒടുവിലത്തെ മൊഴി. ലൈംഗിക അതിക്രമ പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതി അന്വേഷണം. കക്ഷിയായ യുവതിയോട് അപമര്യാദയെ പെരുമാറി ജഡ്ജി V. ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റി. കോഴിക്കോട് 15 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കൂടുതൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. പീഡനത്തിന് ഇരയായത് പശ്ചിമ ബംഗാൾ സ്വദേശിനി. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. ഒരാൾ കസ്റ്റഡിയിൽ.
രാഹുലിൻ്റെ MLA സ്ഥാനവും തെറിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ രാജി ആവശ്യം ശക്തമാവുകയാണ്. രാജിവെക്കാതെ രാഹുലിനെ സംരക്ഷിക്കരുതെന്ന കടുത്ത നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം. പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുലിനെതിരെ നിലപാടെടുത്തു. രമേശ് ചെന്നിത്തല ഈ വിവാദത്തിന് തുടക്കം മുതൽ തന്നെ രാഹുൽ MLA സ്ഥാനവും രാജിവെക്കണം എന്ന നിലപാടിലാണ്. കൂടുതൽ വിശദീകരണം നൽകാൻ ഇന്ന് രാഹുലിൻ്റെ വാർത്താ സമ്മേളനം ആദ്യം വിളിച്ചിരുന്നു. പിന്നീട് അത് അവസാന നിമിഷം മാറ്റിവെച്ചു. അത് സതീശൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാർട്ടി നേതൃത്വം അത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യവും ഇന്ന് ഉണ്ടായി. ഇതോടെ നിയമപരമായും രാഷ്ട്രീയമായും രാഹുലിന് വലിയ കുരുക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ചെറിയ കാര്യമല്ല, ചെറിയ സംഭവമല്ല. നേരത്തെ ഉണ്ടായ മറ്റ് പല വിവാദങ്ങളുമായും അല്ലെങ്കിൽ ആരോപണങ്ങളുമായി ചേർത്ത് വെക്കാവുന്ന ഒന്നല്ല ഇത്. അത്രമേൽ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വരികയാണ്. വളരെ കൃത്യമായ തെളിവുകൾ പുറത്തു വരികയാണ്. ഈ പുതിയ യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ അതൊന്നും അത്ര പെട്ടെന്ന് നിഷേധിക്കാനും ആവില്ല. കുരുക്കിലാണ് രാഹുൽ. MLA സ്ഥാനം ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ രാജിവെച്ചേക്കാം അല്ലേ? തീർച്ചയായും ഇനി എത്ര സമയം രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നത് വളരെ വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. ആദ്യം ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിശദീകരണം വന്നത് ഇതിൽ കേസില്ല, FIR ഇല്ല, നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ സാങ്കേതികത്വം പറഞ്ഞ് അദ്ദേഹം ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. ഇന്ന് ഷാഫി പറമ്പിലും അദ്ദേഹം ബീഹാറിൽ പോയിരുന്നു, ഒളിച്ചോടിയതല്ലെന്ന് പറയുന്നു. തിരികെ വന്നതിന് ശേഷം മാങ്കൂട്ടത്തിനെ വലിയ തോതിൽ ന്യായീകരിക്കുന്നു. പക്ഷേ ഈ സംരക്ഷണം കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും മാങ്കൂട്ടത്തിന് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ്. പൂർണ്ണമായും എന്ന് മാത്രമല്ല, സീനിയർ നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും രാഹുലിനെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അവർ പരസ്യമായി പറയുന്നില്ല. ഇവിടെ ഒരു വലിയ ഡിലമയിലേക്ക്, വലിയൊരു ധർമ്മസങ്കടത്തിലേക്ക് കോൺഗ്രസ് ചെന്ന് വീഴുകയാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കെന്ന് നമുക്ക് പറയാം. കാരണം 2 തിരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. അവിടെ രാഹുലിനെ പോലെ ഒരാളിനെ ചുമന്നുകൊണ്ട് പോയാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വലുതായിരിക്കും. ഈ അപകടം മുതിർന്ന നേതാക്കൾ തിരിച്ചറിയുന്നു. പാർട്ടി 2 തവണ പ്രതിപക്ഷത്തിരുന്ന ശേഷം ഒരു സർക്കാരുണ്ടാക്കാനുള്ള എല്ലാ സന്നാഹങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. രാഹുലിനെ കൈവിടുക എന്ന ഒരു സാധ്യത തന്നെയാണ്. അവിടെയാണ് VD സതീശൻ്റെയൊക്കെ നിലപാട് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കടുത്ത നിലപാടിൽ തന്നെയാണ് സതീശൻ. അവിടെയാണല്ലോ വിനോദ് നമ്മൾ ചൂണ്ടിക്കാട്ടിയ 1-2 കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, VD സതീശൻ്റെ പെറ്റായിരുന്നു രാഹുൽ. യുവനിരയെ VD സതീശൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. രാഹുൽ അതിൻ്റെ ഒരു മുഖമായി മാറുന്നു. ഷാഫി കഴിഞ്ഞാൽ രാഹുൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഒരു ന്യൂനപക്ഷ മതേതര മുഖം എന്ന രീതിയിൽ ഷാഫി ഉയർത്തുമ്പോൾ ഇപ്പുറത്ത് മറ്റൊരു രീതിയിൽ രാഹുലിനെയും കൊണ്ടുവരുന്നു. മിടുക്കനായിരുന്നു, ചാനൽ ചർച്ചകളിലൊക്കെ കിടുക്കിയിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് വല്ലാതെ ചെന്ന് പെടുമ്പോൾ സതീശനും അസംതൃപ്തിയാവുകയാണ്. സതീശൻ നേരത്തെ അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടത് എന്നും വിശ്വസിക്കാനാവില്ല. അങ്ങനെ ആകപ്പാടെ ഒരു സതീശൻ ഇമേജ്, കോൺഗ്രസിൽ സതീശൻ ഫാക്ടർ അസ്തമിക്കുകയാണ്. രഞ്ജിത്ത്, ഇവിടെ വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ്. ഒരുപക്ഷെ ഈ പരാതികളുടെ എണ്ണമാണ് ഇവിടെ അമ്പരപ്പിക്കുന്ന കാര്യം. ഇന്ന് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം CPM അങ്ങനെ നേരിട്ട് രാജി ആവശ്യപ്പെട്ടില്ല, കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് CPM അവരുടെ നിലപാട് കൃത്യമായി പറയുകയാണ്. ഈ പരാതികളുടെ എണ്ണമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ആരോപണങ്ങളല്ല വരുന്നത്, തെളിവുകളാണ് വരുന്നത്. ഗർഭചിത്രം നടത്താൻ വരെ പ്രേരിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വരുന്നു. ഒരുപക്ഷെ VD സതീശനൊക്കെ ഇത് അറിഞ്ഞോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പൂർണ്ണമായും ആ തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹമൊക്കെ ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചില പരാതികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടാകാം. നേരത്തെ ഈ ചലച്ചിത്ര താരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ താരത്തിൻ്റെ ഒരു പരാതി, തൻ്റെ മകളെപ്പോലെ കാണുന്ന പെൺകുട്ടിയാണ്, ഇങ്ങനൊരു കാര്യം താൻ അറിഞ്ഞിരുന്നു, അതിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സതീശൻ പറയുന്നു. പക്ഷേ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ ആരോപണം വരുന്നു, മറ്റൊരു പെൺകുട്ടി ഗർഭചിത്രം നടത്തിയെന്ന ഒരു ആരോപണം വരുന്നു, അതിനു മുൻപ് മറ്റൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതെല്ലാം തന്നെ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിലെ തന്നെ ഒരു മുൻ MPയുടെ മകളുമായും അത്തരത്തിൽ അടുക്കുകയും പിന്നീട് ജാതിയുടെയൊക്കെ പ്രശ്നം പറഞ്ഞ് പിന്മാറിയെന്നുള്ള കാര്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നു. മറ്റ് പാർട്ടി പ്രവർത്തകരുടെ വീടുകളിലെ പെൺകുട്ടികളുമായി അടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം ഒരു വശത്ത് അതിശക്തമായി ഉയർന്നു വരുന്നു. ഇങ്ങനെയുള്ള ഒരാളുമായി അല്ലെങ്കിൽ ആ ആളിൻ്റെ MLA സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ കൊണ്ട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിയിടണമോ എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നു. മാത്രമല്ല, ഇതുവരെ ഈ നിയമപരമായ നടപടിയില്ല, കേസില്ല, FIR ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്നതാ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്.
സ്വമേധയാ കേസെടുത്തിരിക്കുന്നു, പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. ഈ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്ന പെൺകുട്ടിയുടെയൊക്കെ മൊഴി ഇനി ഏത് തരത്തിലേക്ക് വരും? തീർച്ചയായും നമുക്ക് വിനോദം തുടരണം. നമുക്ക് ഇന്നിപ്പോൾ പുറത്തു വന്നത് നമ്മുടെ ഒരു മനസാക്ഷിയെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംസാരമാണ്, ഒരു ഫോൺ സംഭാഷണമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കുന്ന പെൺകുട്ടിയുടേതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് പല വ്യാഖ്യാനങ്ങൾ കോൺഗ്രസ് നേതാക്കളൊക്കെ നൽകിയേക്കാം. പുതിയ യുഗത്തിൽ പുതിയ തെളിവുകൾ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നമുക്ക് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സംഭാഷണമല്ല. നിസ്സഹായായ ഒരു പെൺകുട്ടി വളരെ ബോൾഡായി തൻ്റെ കാമുകനോട്, തന്നെ ചതിച്ച ആളോട് സംസാരിക്കുന്ന ആ സംഭാഷണത്തിലേക്ക് വളരെ പെട്ടെന്ന് പോവാം. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്നെ അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥത്തിലാണ്. തന്റെ പെർമിഷൻ ഇല്ലാതല്ല, താൻ ആലോചിക്കാത്തോണ്ടാ പറയുന്നത്. താൻ ഇതിന്റെ ആ കോൺസിക്വൻസ് ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ. അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. തന്നെ കൂടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലോ. അത് താൻ തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. താൻ എങ്ങനെ ഇവിടെ ഒന്ന് സ്വാഭാവികമല്ലേ? താനിപ്പോ തന്നെ പറ്റി മാത്രമല്ലേ ആലോചിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. താൻ എന്നെ പറ്റി ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുക്കുന്നത്? തന്നെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലായിരുന്നു കണ്ടല്ലോ. എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു. അവരെത്രയോ വട്ടം എന്നോട് ചോദിച്ചു എന്നറിയോ, പറയും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴാണ് ടെമ്പർ തെറ്റുന്ന ദേഷ്യം വരുമ്പോഴും താൻ അതിന്റെ കോൺസിക്വൻസിനെ പറ്റി ഒരു ബോധമില്ല. തന്റെ ടെമ്പർ തെറ്റുമ്പോ തനിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വസ്തു ഒന്നും അല്ല ഞാൻ കേട്ടോ. താൻ എന്റെ ടെമ്പർ തെറ്റിച്ചതാണ്. ഇപ്പൊ ഞാൻ വളരെ സമാധാനപരമായിട്ടാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല, മോശമായിട്ടൊരു വാക്ക് ഞാൻ തന്നെ വിളിച്ചിട്ടില്ല. ഇത് വട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. എന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു പോട്ടെ, താൻ എന്റെ കൂടെ എന്തായിരുന്നു താൻ വിചാരിക്കണ്ട. ഒരു പെണ്ണാണല്ലോ. ഇതാണോ തന്റെ ആദർശം? വലിയ ആദർശമാണോ ഇതൊക്കെയാണോ ആദർശം? ലൈഫിൽ കൊണ്ടുപോകണോ ആദർശം? ഞാൻ അതിനോട് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല. താൻ ചെയ്യുന്ന തെറ്റ് ഞാൻ അതിനോട് ചെയ്യില്ല. ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ കളിക്കുന്നു. അതുണ്ടായതിനു ശേഷം പിന്നെ അതുണ്ടായ ശേഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആകും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്ന സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്നത്, അതൊന്നും തനിക്ക് അറിയണ്ട. എനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് തന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നു? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ ലൈഫ് തകരത്തില്ല. തന്റെ ലൈഫ് തകരത്തില്ല. ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ? എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കലക്കിത്തന്ന് കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് താൻ മിടുക്കനായിട്ടങ്ങ് പോവോ? കൊന്നിട്ട് താൻ എന്താ ചെയ്യ്? തനിക്ക് കൊല്ലാനാണ് തോന്നിയെങ്കിൽ താൻ കൊല്ലും. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച ഒരാളെ ഇപ്പോഴും വളരെ കൗതുകമാണ്, വിചിത്രമാണ്. നമ്മുടെ രാഷ്ട്രീയ കേരളം എത്രത്തോളം അധപ്പതിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ്. കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് ഇയാളെ സംരക്ഷിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ വിവാദം അവസാനിച്ചു എന്നുള്ള ന്യായീകരണമാണ് കോൺഗ്രസിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാവിലെയും മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലേക്ക്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാനെന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു.
ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്, സിസ്റ്റം ഉണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. ഇതാണ് ന്യായീകരണം. ഏതായാലും CPM BJP രണ്ടുപേരും ഈ വിഷയത്തിൽ കടുപ്പിച്ച നിലപാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ രാജിയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരും. ആരോപണങ്ങളല്ല, തെളിവുകളാണ് പുറത്തു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളം ഒന്നടങ്കം യഥാർത്ഥത്തിൽ രാഹുൽ രാജിവെക്കണം എന്ന ഡിമാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പെരുമഴ പോലെ ഇതുപോലെ ഒരു സംഭവം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കേൾക്കുകയോ ഇതിനു മുമ്പ് വാർത്തയാവുകയോ ചെയ്തിട്ടില്ല. അത്ര ഗൗരവതരമായ രീതിയിലുള്ള എന്ത് പദമാണ് ഉപയോഗിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ഗൗരവതരമായ ക്രിമിനൽ സംവിധാനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനെതിരായി കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജിവെക്കണം എന്നുള്ള നിലപാട് ഉറച്ച രീതിയിൽ തന്നെ CPIM ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. ആരോപണമല്ലല്ലോ ഇത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായി. ആരോപണമല്ലല്ലോ ഇത്. വസ്തുതാപരമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ്. അതാണ് CPM ഇന്ന് മുന്നോട്ട് വെച്ച കാര്യം. മറ്റുള്ള നേരത്തെ പല MLA-മാർക്കെതിരെയും ഉയർന്ന ആരോപണങ്ങളിൽ ഇത്തരത്തിൽ കടുപ്പിച്ചിരുന്നില്ല CPM. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ വികാരം മനസ്സിലാക്കുന്നു, അവർ ആ തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചോദിച്ച ചോദ്യം ഷാഫി പറമ്പിൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെൻറ്റർ, ഗോഡ് ഫാദർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഷാഫി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഷാഫി രംഗത്ത് വന്നു, മാധ്യമങ്ങളെ തള്ളി, രാഹുലിനെ ന്യായീകരിച്ചു. എന്താണ് ഹേ എന്ന് ജനം ചോദിക്കുന്ന തരത്തിലുള്ള പ്രതികരണവുമുണ്ടായി. ഷാഫിയുടെ വാക്കുകൾ ആദ്യം. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. അതാണ് ഇന്ന് ഷാഫിയുടെ വിശദീകരണം. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനീഷ്, അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പെട്ടിരിക്കുന്ന ഷാഫിയാണ്. എല്ലാ വിഷയത്തിലും രാഹുലിനെ ന്യായീകരിച്ചു വന്ന ഒരാൾ ഇവിടെയും എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ്. വളരെ ബോൾഡായി പൊതുസമൂഹത്തിൽ നിന്നിരുന്ന, രാഷ്ട്രീയം കൃത്യമായി അവതരിപ്പിച്ചിരുന്ന ഒരു നേതാവിന് സംഭവിച്ച ഗതികേട് എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുള്ള പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ ഷാഫി തീരുമാനിച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളും നടപടിയും ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിൽ നിന്നും ബീഹാറിലേക്കാണ് ഷാഫി പറമ്പിൽ പോയത്. ഇതിനുശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുത്തതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് മടങ്ങിയെത്തിയത്. ഇതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. താൻ ഒളിച്ചോടി അല്ലെങ്കിൽ മുങ്ങി എന്ന തരത്തിലൊക്കെയുള്ള മാധ്യമങ്ങളുടെ പ്രചാരണം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ കൃത്യമായ വിശദീകരണം നൽകിയിരുന്നു. അപ്പോൾ താൻ പറയേണ്ട ആവശ്യമില്ല, ഒരു വിഷയം എത്തുമ്പോൾ വരിവരിയായി നിന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരണം നൽകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം ഈ നടപടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്, മറിച്ച് ഏതെങ്കിലും ഒരു കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു FIR തയ്യാറാക്കുകയോ അല്ലെങ്കിൽ പരസ്യമായി ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ ഇത്തരത്തിലൊരു പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ വന്ന സാഹചര്യത്തിൽ പോലും ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞത്. അത് വലിയ കാര്യമാണ്, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തത്. മറിച്ച് ഈ കോൺഗ്രസിനെ നിർവീര്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾക്കെതിരായുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസിനെ നിർവീര്യമാക്കുന്നതടക്കമുള്ള നടപടികളാണ് ഉണ്ടാവുന്നത്. അതിന് നിന്നു തരാൻ സൗകര്യമില്ല എന്നും ഷാഫി പറമ്പിൽ പറയുകയാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് കാര്യമായി അദ്ദേഹം പ്രതികരിച്ചില്ല. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ ശേഷം മടങ്ങുന്ന ഷാഫി പറമ്പിലിനെയാണ് കണ്ടത്. ഈ പെൺകുട്ടികൾ പീഡനത്തിനിരയായ ശേഷം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായ ശേഷം പാർട്ടി
നേതൃത്വത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ ബന്ധപ്പെട്ടില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളോടും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തായാലും ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള രീതിയിലെ പ്രതികരണം മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് CPM-ന്റെയും മറ്റു യുവജന സംഘടനകളുടെയും തീരുമാനം. ഇന്ന് ഈ ഉപവാസ സമരം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യാനാണ് ഷാഫി പറമ്പിൽ ഈ വടകരയിൽ എത്തിയത്. ആ സമയത്ത് തന്നെ DYFI CPM പ്രവർത്തകർ പ്രതിഷേധവുമായി വേദിയിലേക്ക് എത്തുകയും പോലീസ് അവരെ തടയുകയുമായിരുന്നു. ഒപ്പം DYFIയും ഷാഫി പറമ്പിലിനെതിരെ പരസ്യമായ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്ക് ഒന്ന് പോകണം. നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റാണ് അതിലേക്ക്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചതാണ് നമ്മുടെ പഞ്ച് ഡയലോഗ്. പോകുന്നിടത്തെല്ലാം മുട്ടയിട്ട് പോകുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഇത്തിരി ഇല്ലാതെ ഒത്തിരി നാറില്ല. മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ ഓരോന്നായി പുറത്തു വരികയാണ്. രാഷ്ട്രീയക്കാർക്ക് വ്യക്തിശുദ്ധി വേണമെന്നും വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞു. മാങ്കൂട്ടത്തിനെ പറ്റിയുള്ള കമൻറ്റുകൾ TV-കളെ കേൾക്കുമ്പോൾ സ്വഭാവശുദ്ധി അശേഷയില്ല എന്ന് മാത്രമല്ല, ചിലയിടത്തെല്ലാം കയറി ഇങ്ങനെ മുട്ടയിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. കാണുന്നതെല്ലാം ഒരു പൊയ്മുഖവും ഉള്ള സ്ത്രീ തൽപരനാണ് എന്ന് തോന്നാവുന്ന രീതിയിൽ നിങ്ങളുടെ ചില ന്യൂസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, പൊതുപ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഒരു സ്വഭാവശുദ്ധി ജീവിതത്തിൽ അനിവാര്യമാണ്. എല്ലാ ഒമ്പനാനെ കൊണ്ട് കുലുക്കി നിന്നാണല്ലേ 2 കൊമ്പ് ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഇപ്പോൾ ഒരു കിടക്കല്ലേ തരുന്നത്. ഇപ്പോൾ MLA സ്ഥാനം വരെ ഉപേക്ഷിക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തിയില്ലേ പെൺവിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കിനിയും ഇപ്പോൾ ലഭിച്ചൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. ഇടമലക്കുടിയിൽ പനി ബാധിച്ച് 5 വയസ്സുകാരനായ ഒരു കുട്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. ഇടമലക്കുടിയിലെ വിതുര ആദിവാസി കോളനികളിൽ ഒന്നായ കുടലാർക്കുടി സ്വദേശി മൂർത്തി ഉഷ ദമ്പതികളുടെ മകൻ കാർത്തിയാണ് മരിച്ചത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം. കിലോമീറ്ററുകൾ ദൂരം ചുമന്നാണ് ഈ കുട്ടിയെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വിവരം. സ്റ്റാലിനുണ്ട്. സ്റ്റാലിൻ, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇടമലക്കുടിയിലെ ഉൾഗ്രാമമായ കൂടലാർക്കുടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കുട്ടീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. 2-3-4 ദിവസങ്ങളായിട്ട് ഈ കുട്ടിക്ക് പനി ബാധിച്ചിരിക്കുകയായിരുന്നു. കുടിയിലുള്ള ആളുകൾ അവരുടേതായ രീതിയിലുള്ള ചികിത്സകളും അതോടൊപ്പം തന്നെ ഇടമലക്കുടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള മരുന്നുകളുമൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ ആദ്യ 1-2 ദിവസങ്ങളൊക്കെ അല്പം കുറഞ്ഞിരുന്നെങ്കിലും വീണ്ടും ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് പനി ശക്തമാവുകയായിരുന്നു. അങ്ങനെ അവരവിടുന്ന് ഉള്ളാർക്കുടിയിൽ നിന്നും കുട്ടിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും വഴിയാണ് മരണം സംഭവിച്ചത്. ഏറെ ദൂരമുണ്ട്. സൊസൈറ്റി കുടിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ ദൂരമുണ്ട്. സൊസൈറ്റി കുടിയിൽ വന്നാൽ അവിടുന്ന് മാത്രമാണ് വാഹനം എത്തുകയുള്ളൂ. അവിടം വരെയാണ് വാഹനം എത്തുന്നത്. അവിടെ നിന്നും വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ കുട്ടി മരിക്കുകയായിരുന്നു. ഇടമലക്കുടിയിലെ ആശുപത്രി സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ബോഡി ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ശരി സ്റ്റാലിൻ. സംസ്ഥാനത്ത് മറ്റൊരു വാർത്ത കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത്, സംസ്ഥാനത്ത് ഒരാൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ 45-കാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഭീതി ഉണ്ടായിരുന്നു ആ മേഖലയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണോ? രഞ്ജിത്ത്, അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലുമുള്ള ആളുകൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ആളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പനി ബാധിച്ച് എത്തിച്ചത്. തുടർന്ന് പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഇയാൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടെ വിവിധ ഇടങ്ങളിൽ നിന്നായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണം 7 മാറിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് താമരശ്ശേരി സ്വദേശിയായ 9 വയസ്സുകാരി മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. പിന്നീട്
ആ കുട്ടിയുടെ ഒരു സഹോദരനും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് അടക്കമാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ 3 വയസ്സുള്ള കുട്ടി അടക്കമുള്ള 3 മാസം പ്രായമുള്ള കുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരം. ശരി അനീഷ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആശങ്കാജനകമായ വാർത്ത. തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ധർമ്മസ്ഥലയിൽ വലിയ ട്വിസ്റ്റ്. ധർമ്മസ്ഥല കേസ് വലിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. കൂട്ടസംസ്കാര വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിയായിരുന്ന CN ചിന്നയ്യയെ SIT സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തു. മൊഴിയിലെ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്നാണ് അറസ്റ്റ്. കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി. അനന്യ ഭട്ടിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടും വൻ ട്വിസ്റ്റുണ്ടായി. ഇങ്ങനെയൊരു മകൾ തനിക്കില്ല എന്നാണ് അമ്മ സുജാത ഭട്ടിൻ്റെ പ്രസ്താവന. അതേസമയം കേസിൽ അട്ടിമറി നടക്കുന്നതായാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ആരോപണം. ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം പേരെ സംസ്കരിച്ചു എന്ന വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുടെ അറസ്റ്റാണ് SIT രേഖപ്പെടുത്തിയത്. ചെന്നയ്യ എന്ന് പറയുന്ന ഇയാളുടെ അറസ്റ്റ് ഇന്ന് രാവിലെയാണ് SIT രേഖപ്പെടുത്തിയത്. എന്നാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇയാൾ SITയുടെ കസ്റ്റഡിയിലായിരുന്നു. ചോദ്യം ചെയ്യലിൽ വലിയ പൊരുത്തക്കേടുണ്ട് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ധർമ്മസ്ഥല കേസിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സാക്ഷി തന്നെ പ്രതിയാകുന്ന ഒരു സാഹചര്യം. എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിൽ ആക്ഷൻ കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നു. ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കേസിൽ വലിയ അട്ടിമറി നടത്തുന്നുവെന്ന ഒരു ആരോപണവുമായി ഇത്തരത്തിൽ ഈ ആളുകളെ, ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് ആരോപിച്ചും അത്തരത്തിൽ വലിയ പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ധർമ്മസ്ഥലയിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ SITയുടെ അന്വേഷണം അത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളിലേക്കും ഇത്തരത്തിൽ ഈ അന്വേഷണം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും ഈ മഹേഷ് തിമിരോടി, ഈ ആക്ഷൻ കമ്മിറ്റി നേതാവ്, ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. മറ്റ് 2 കേസുകളിൽ വാറണ്ട് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും മഹേഷ് ഷെട്ടി തിമിരോടിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ ഒരു സമയത്താണ് ഈ മഹേഷ് ഷെട്ടി തിമിരോടിയെ ഇത്തരത്തിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന സമയത്തായിരുന്നു ഈ സാക്ഷി ഇത്തരത്തിൽ പ്രതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാലും ഇനിയും ധർമ്മസ്ഥലയിൽ വലിയ ട്വിസ്റ്റുകളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനന്യ ഭട്ടിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടത്. ഇതിൽ അമ്മ സുജാത ഭട്ട് ഇങ്ങനൊരു മകൾ തനിക്കില്ല എന്ന ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ഈ കാര്യം വ്യക്തമാക്കിയത്. എന്നാലും ഈ കാര്യം കൂടി ഇപ്പോൾ SIT അന്വേഷിക്കുന്നുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസുകളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. 17 സംഭവം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണ്. അന്വേഷണമൊക്കെ പല വഴിക്ക് തിരിയുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനാ വാദങ്ങളൊക്കെ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണോ ഇത്തരം ട്വിസ്റ്റുകൾ എന്നത് കാത്തിരുന്ന് കാണണം. നമുക്കിനിയും ചേർത്തലയിലേക്ക് പോകണം. അവിടുത്തെ ഐഷ തിരോധാനം, അതിൽ വ്യക്തമായ തെളിവുകൾ പോലീസ് നേടിയെടുത്തു. ചേർത്തല ഐഷ തിരോധാനം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് 18-ലൂടെയുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലാണ് കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുന്നത്. ഏതായാലും സെബാസ്റ്റിനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികർക്കും കണ്ടെത്തലുകൾ വിശദീകരിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു. ഐഷയെ കാണാതായ ശേഷവും ഫോൺ പ്രവർത്തിച്ചു. ഗ്യാസ് ഏജൻസിയിലേക്ക് ഈ നമ്പറിൽ നിന്ന് കോൾ വന്നതായും പോലീസ് കണ്ടെത്തി. ശരണ്യ സേഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
ഐഷ തിരോധാന കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ്. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന, അതായത് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ എല്ലാവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് 2 കേസുകൾ മാത്രമാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിലൊന്ന് എന്നുള്ളത് ജൈനമ്മയുടെ കേസും മറ്റൊന്ന് ബിന്ദു പത്മനാഭന്റെയുമായിരുന്നു. എന്നാൽ ഐഷ എന്ന വാരനാട് സ്വദേശിയായ സ്ത്രീ കൂടി ഇതിനിടയിൽ കാണാതായിട്ടുണ്ട് എന്നും അവർക്ക് സെബാസ്റ്റ്യനുമായി കൃത്യമായ ബന്ധമുണ്ട് എന്നും തെളിയിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു ന്യൂസ് 18ലൂടെ പുറത്തേക്ക് വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോസമ്മ എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഈ ഐഷ എന്ന സ്ത്രീയെ കാണാതാകുന്നതിന്റെ മുൻപത്തെ ദിവസം, അതായത് തന്റെ പേരിൽ വാങ്ങിയ വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ള വിവരം റോസമ്മ എന്ന അവരുടെ അയൽവാസിയും സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തുമായ സ്ത്രീ ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്നു. അവരുടെ വെളിപ്പെടുത്തലിൽ വളരെയധികം നിർണായകമായ പല വിവരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ പേരിൽ ഭൂമി വാങ്ങുന്നതിനായി കരുതി വെച്ചിരുന്ന പണം ഐഷ സെബാസ്റ്റ്യന് നൽകിയിട്ടുണ്ടാകും. അത് വാങ്ങുന്നതിനായി ഞായറാഴ്ച പോയ ഐഷയാണ് കാണാതായത് എന്നുള്ള വിവരം അവർ സ്ഥിരീകരിക്കുന്നു. അതാണ് ഗ്യാസ് ഏജൻസി ഒന്ന് ഗ്യാസ് വന്നിരിക്കുന്ന പുതിയ ഇൻഫർമേഷൻ ആ ഫയലിൽ. മുമ്പുണ്ടായിരുന്നൊരു ബാങ്ക് അക്കൗണ്ടിൽ ഇവർക്ക് ഓൾറെഡി അവിടുന്ന് ഇത് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നിരുന്നു. അത് ഒരു പെർട്ടിക്കുലർ 2012 കഴിഞ്ഞതിന് ശേഷം പിന്നെ റിസീവ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ ഒരു എമൗണ്ട് 2.5 lakhs ഇപ്പം ഉണ്ട്. ആ എമൗണ്ട് ഉണ്ട്. അതിൻ്റെ അർത്ഥം അതിന് ശേഷം പിന്നെ അവരത് വാങ്ങിയിട്ടില്ല. മറ്റ് കേസുകൾ ഇതിന് സമാനമായ രീതിയിൽ, അതായത് കാണാതായ സ്ത്രീകളുടെ വീടുകളിലേക്ക് എത്തിയതുപോലെ തന്നെ ഐഷയെ കാണാതായതിനു ശേഷവും ഐഷയുടെ ഫോണിൽ നിന്നും റോസമ്മയുടെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളത് അവർ നമ്മളോട് സ്ഥിരീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സെബാസ്റ്റ്യന്റെ മറ്റ് കേസുകളിലെ സെയിം മോഡസ് തന്നെയായിരുന്നു ഐഷയുടേതും എന്നുള്ളതാണ്. ഐഷ ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീയായിരുന്നു, റിട്ടയർഡ് ജീവനക്കാരിയായിരുന്നു. ഒപ്പം തന്നെ അവരുടെ കൈവശം സ്ഥലം എഴുതുന്നതിന് വേണ്ടിയുള്ള പണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മറ്റൊന്ന്, ഐഷ തൻ്റെ വീട്ടിൽ സെബാസ്റ്റ്യനും ഐഷയും താൻ നാട്ടിൽ പോയ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നു എന്നും ഒരു ദിവസം മുഴുവൻ അവർ ഒരുമിച്ച് തൻ്റെ വീട്ടിൽ ചിലവഴിച്ചു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ അവർ വ്യക്തമാക്കുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോയ സമയത്ത് തൻ്റെ ഫോണിലേക്ക് ഐഷയുടെ നിരവധി കോളുകൾ വന്നിരുന്നു. പള്ളിയിലായിരുന്നതിനാൽ തനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഈ വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിടുന്നു. അതിന് പിന്നാലെ തന്നെ റോസമ്മ പറഞ്ഞ കാര്യങ്ങളിലെ ചില വൈരുദ്ധ്യങ്ങൾ കൂടി നമ്മൾ എടുത്തു കാട്ടുന്നു. അതായത് ഐഷ തിരോധാനത്തിന് ശേഷം റോസമ്മയും സെബാസ്റ്റ്യനും തമ്മിൽ ഒരു ബന്ധവുമില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അങ്ങനെയല്ല, 2017 വരെ തമ്മിൽ സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നും അതൊരു വിവാഹത്തിലേക്ക് വരെ എത്തുന്നതിന്റെ അതിന് പടിവാതുക്കൾ വരെ എത്തിയ ബന്ധമാണ് അതെന്നുള്ള അവർ സ്ഥിരീകരിക്കുന്നു. പിന്നാലെ ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ റോസമ്മയുടെ വീട്ടിലെത്തുന്നു. ചേർത്തല പോലീസും എത്തുന്നു. ഐഷ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നുള്ള സംശയത്തിന്റെ നിഴലിലേക്ക് എത്തി എന്നുള്ളതാണ്. തുടർച്ചയായി, അതായത് NCSന്റെ സംഘം ഭൂമി പരിശോധനക്കായി എത്തിയ ഘട്ടത്തിൽ റോസമ്മയുടെ വീട്ടിലും അവരെത്തി. വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊന്ന്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ കായിക പ്രേമികൾ ചർച്ച ചെയ്യുന്ന വിഷയം മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുമോ എന്നുള്ളതായിരുന്നു. സംഘാടകർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു മെസ്സി വരുമെന്ന കാര്യത്തിൽ. ഏറ്റവും ഒടുവിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു, മെസ്സി വരും. ലയണൽ മെസ്സിയും സംഘവും നവംബറിൽ കേരളത്തിലേക്കെത്തും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. നവംബർ 11-നും 18-നും ഇടയിൽ 5 ദിവസങ്ങളിൽ കുറയാതെ ലോകകപ്പ് ജേതാക്കൾ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം. ആരാധകർക്ക് മെസ്സിയെ കാണാൻ സൗകര്യമൊരുക്കുമെന്നും അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ ഓസ്ട്രേലിയൻ ടീം സന്നദ്ധത അറിയിച്ചതായും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. എൽദോ പോൾ പുതുശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും വലിയ വിവാദങ്ങൾക്കും ഒടുവിൽ അർജന്റീന ടീം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ലയണൽ മെസ്സി സംഘവും കേരളത്തിലേക്ക് എത്തും. ഇന്ത്യൻ സമയം പുലർച്ചെ ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഈ അറിയിപ്പെത്തിയത്. പിന്നാലെ തന്നെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരും മുഴുവൻ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് വരികയാണ്. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഓണ സമ്മാനമാണ് ഈ വർഷത്തെ ഈ കളി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ കളിയെ ആഘോഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നവംബർ 10 മുതൽ 18 വരെയുള്ള
ഫിഫ വിൻഡോയിലാണ് കേരളം സന്ദർശിക്കുമെന്ന് അങ്കോളയ്ക്കൊപ്പം കേരള സന്ദർശനം ഉണ്ടാകുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കിയത്. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമായിരിക്കും വേദിയെന്നും വ്യക്തമാകുന്നുണ്ട്. ഡിസംബർ 20-ാം തീയതിയാണ് ഞാൻ എഗ്രിമെന്റ് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 20 തീയതി എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇത് അർജന്റീന വരും എന്നുള്ള കാര്യം. പക്ഷെ അവർ അടുത്ത വർഷത്തേക്ക് സമയം മാറ്റി ചോദിച്ച സമയത്ത് നമ്മളത് കഴിയില്ല, ഈ വർഷം തന്നെ വേണം എന്നുള്ള ഒരു കാര്യത്തിൽ ശാഠ്യം പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അർജന്റീന ടീം പോലെ ഒരു ടീം നമ്മളോട് പറഞ്ഞ് പണം മേടിച്ച് പറ്റിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞത് വരും എന്നുള്ള കാര്യം. അത് മിനിസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അന്നും ഇന്നും പറയുന്നത് മെസ്സി വരും, കളിക്കും എന്നുള്ളത് തന്നെയാണ്. ഞാൻ തുടക്കം തുടങ്ങി പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല ഈ സമയം വരെ, ഇത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയം വരെ. 5 ദിവസത്തിൽ കുറയാത്ത സമയം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സ്പോൺസർമാരുടെ പ്രഖ്യാപനം. ആരാധകരുമായി സംവദിക്കും, മറ്റു പരിപാടികളും പദ്ധതിയിടുന്നുണ്ടെന്ന് സ്പോൺസർമാർ പറയുന്നു. എതിരാളികൾ ആരാണ് എന്നുള്ള ചോദ്യം മാത്രമാണ് ഇനി ബാക്കി. ഓസ്ട്രേലിയൻ ടീം സന്നദ്ധത അറിയിച്ചുവെന്നും കായിക മന്ത്രി അറിയിച്ചു. ഓസ്ട്രേലിയൻ ടീമിനൊപ്പം മറ്റു ചില ടീമുകളെയും ശ്രമിക്കുന്നുണ്ടെന്നും സ്പോൺസർമാർ പറയുന്നുണ്ട്. എന്താണെങ്കിലും ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് 15 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവം നമ്മുടെ കേരളത്തെ വല്ലാതെ ഞെട്ടിച്ച ഒന്നാണ്. പ്രതികളിൽ ഒരാൾ ഇന്ന് പിടിയിലായി എന്നുള്ള കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാണ്. പീഡനത്തിനിരയായത് പശ്ചിമബംഗാൾ സ്വദേശിനിയാണ് നമുക്കറിയാം. സംഭവത്തിൽ സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. MS സനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 19-നാണ് രാമനാട്ടുകരയിലെ ഷോപ്പിംഗ് മാളിൽ നിന്നും പെൺകുട്ടിയെ കാണാതായത്. രാത്രി വൈകിട്ടും വീട്ടിലെത്താതെ വന്നതിനെ തുടർന്ന് കുടുംബം ഷോപ്പിംഗ് മാളിലടക്കം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് ഫറൂഖ് പോലീസിൽ ഇക്കാര്യത്തിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് പ്രതികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കി നടത്തിയെന്ന് പറയുമ്പോഴും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ 11 മണിയോടുകൂടിയാണ് വീടിന് അടുത്ത് ഒരു കാറിൽ ഈ കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം പ്രതികൾ ആ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞത്. ദേഹമാസകലം ചോര കിനിയുന്ന രീതിയിലായിരുന്നു, മുറിവുകൾ ഒക്കെ ഉണ്ടായിരുന്നു. മുറിവുകളും ഒക്കെ ആയാണ് കുട്ടിയെ തിരിച്ച് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നീട് പോലീസ് കുട്ടിയെ കൊണ്ടുപോവുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വൈദ്യപരിശോധന നടത്തുകയും ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ പോലീസ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഈ കുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്ന ഒരാൾ ആണ് ഈ കുട്ടിയെ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. മാളിൽ നിന്നും ഈ യുവാവിനൊപ്പം കുട്ടി പോവുകയും പിന്നീട് ഈ മയക്കുമരുന്നൊക്കെ നൽകി കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാവുന്നു. ഇത് ഈ വാഹനം ഓടിച്ച് ഈ കുട്ടിയെ വീടിനടുത്തേക്ക് കൊണ്ട് ഇറക്കുന്നതിനായി സഹായിച്ച ഈ പ്രതിയുടെ ഒരു സുഹൃത്താണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ കുടുംബം നേരത്തെ ന്യൂസ് 18 നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ന്യൂസ് 18നോട് നൽകിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് 5 പ്രതികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ കുട്ടിയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം വീടിന് സമീപം കൊണ്ട് ഉപേക്ഷിച്ച സമയത്ത് കുട്ടി ബന്ധുക്കളോട് ഇക്കാര്യം പറഞ്ഞിരുന്നു. 5 പേരും തന്നെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് കുട്ടി പറയുകയും ചെയ്തത്. പക്ഷേ പോലീസ് പറയുന്നത് ഒരാൾ മാത്രമാണ് ഈ കേസിൽ പ്രതി, അയാൾ മാത്രമാണ് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതെന്നാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. കാരണം ആദ്യം കുട്ടിയെ തിരിച്ച് ലഭിച്ചപ്പോൾ ആ കുട്ടി മാനസികമായും ശാരീരികമായും തകർന്ന അവസ്ഥയിലായിരുന്നു. നടന്ന കാര്യങ്ങൾ പൂർണ്ണമായും പോലീസിനോട് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു രീതിയിലുമായിരുന്നു. പിന്നീട് ഇത്തരത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് കുട്ടി മൊഴി നൽകിയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായ പരിശോധന വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഒപ്പം 19-ന് കാണാതായ കുട്ടിയെ 20-ന് രാവിലെ തിരിച്ചു ലഭിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടിയെ ഈ കുടുംബത്തിനടുത്ത് നിന്നും കൊണ്ടുപോകും. ശരി, MS സനീഷ് കുമാറാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു. സൈൻലബ്ദീൻ എന്ന കുഞ്ഞുമോനും ഭാര്യയും ചേർന്നാണ് തോട്ടപ്പള്ളിയിലെ വയോധികയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് വ്യക്തമായിരിക്കുന്നത്. തെളിവുകൾ പോലീസ് കണ്ടെത്തി. നേരത്തെ അറസ്റ്റിലായ അബൂബക്കർ കുറ്റം സമ്മതിച്ചാണ് ആശയക്കുഴപ്പമുണ്ടാക്കിയത് എന്നും ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ആ കേസും അതിൻ്റെ കൃത്യമായ തെളിവുകളിലേക്കും പ്രതികളിലേക്കും എത്തുകയാണ്. ശരണ്യ തയ്യാറാക്കിയ റിപ്പോർട്ട്.
തോട്ടപ്പള്ളിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ആ കേസിലാണ് ഇപ്പോൾ വൻ ട്വിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഈ മരണപ്പെട്ട സ്ത്രീയുടെ താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്തുള്ള പള്ളിയിൽ ജോലി ചെയ്യുന്ന അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കൊല നടത്തിയത് എന്നുള്ള സ്ഥിരീകരണം പോലീസ് നമ്മളോട് നടത്തിയിരുന്നു. ഒപ്പം തന്നെ അവർ വ്യക്തമാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തിയെ കൊണ്ടുപോയി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു, മൊബൈൽ ഫോൺ കണ്ടെടുത്തു, അതായത് വയോധികയുടെ മൊബൈൽ ഫോൺ അബൂബക്കറിൽ നിന്ന് കണ്ടെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല ഇവർ തമ്മിൽ വർഷങ്ങളായി ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. ഒപ്പം തന്നെ ഈ മരണപ്പെട്ടു എന്ന് കരുതുന്ന ദിവസം രാത്രി അബൂബക്കർ ആ വീട്ടിലെത്തിയിട്ടുണ്ട്, ബലാത്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സ്ഥിരീകരിക്കുന്നു. അതേ തുടർന്ന് ഇവർ മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പോലീസ് ആദ്യം വിശദീകരിക്കുന്നത്, മാധ്യമങ്ങളോടക്കം പറയുന്നത്. തുടർന്ന് അബൂബക്കറിനെ റിമാൻഡ് ചെയ്യുകയും ഈ കേസിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഒരു വലിയ ട്വിസ്റ്റ് ആ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അബൂബക്കർ അല്ല ഇവരെ കൊലപ്പെടുത്തിയത്, വയോധികയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു വിവരണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. 2 പേരെ കൂടി ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കായംകുളത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. അത് തൃക്കുന്നപ്പുഴ സ്വദേശിയായ സൈനുലാബ്ദിനും ഭാര്യ അനീഷയുമാണ്. ഈ അനീഷയും സൈനുലാബ്ദിനും ഇതിനു മുമ്പ് താമസിച്ചിരുന്നത് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിനടുത്താണ്. ഇവരുമായി നേരത്തെ മുൻവൈരാഗ്യമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഈ അബൂബക്കർ പോയതിനു ശേഷം ഇവർ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട സ്ത്രീയെ, അതായത് അവർ മരണപ്പെട്ടു എന്ന് അബൂബക്കർ കരുതുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവര് ശ്വാസം മുട്ടിച്ച്, അതായത് സൈനുലാബ്ദിനും ഭാര്യയും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും സ്വർണം കവരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ പുതിയ അപ്ഡേഷനായി പോലീസ് പറയുന്നത്. അതായത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തികച്ചും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രൻ അടക്കമുള്ള ആളുകൾ വിവരിക്കുന്നത്. അതായത് അനീഷ എന്നാണ് പേര്. മറ്റേ സൈനുലാബ്ദിനെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന റിക്കവറി. ഇപ്പം നമ്മൾ ഇരിക്കുന്ന കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷനും ഇല്ല. I have talked to a doctor. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടം, we are waiting for the postmortem. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകണം. മുകളിൽ ഒരാളുണ്ട്. വൈദ്യപരിശോധനയ്ക്കിടെ ചാടിപ്പോയ മോഷണക്കേസ് പ്രതി പിടിയിലായി. വെസ്റ്റ് ബംഗാൾ സ്വദേശി അസദുള്ളയാണ് പിടിയിലായത്. ഇയാൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. നമ്മളിപ്പോൾ കാണുന്നത് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചപ്പോൾ, കൊച്ചിയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് പോലീസിൻ്റെ ഒക്കെ കണ്ണുവെട്ടിച്ച് ഇറങ്ങി ഓടുന്ന പ്രതിയാണ്. അവിടെ വീൽചെയറിൽ ഇരുത്തിയിരിക്കുന്ന ആൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുന്നത് കാണാം. അതിനുശേഷം മറ്റ് CCTVകൾ പരിശോധിച്ച പോലീസാണ്, തൃക്കാക്കര പോലീസാണ് പ്രതിയെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലാക്കിയത്. കോടതിയിൽ ഹാജരാകുന്നതിന് മുന്നോടിയായുള്ള മെഡിക്കൽ പരിശോധനയ്ക്കിടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് തൃക്കാക്കര കളമശ്ശേരി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നത്. കങ്ങരപ്പടി ഭാഗത്തു നിന്നും ഇയാളെ പിടിക്കുകയും ഈ വിഷയത്തിൽ പ്രതിക്കെതിരെ മറ്റൊരു കേസുകൂടി, രക്ഷപ്പെടാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസുകൂടി ഇയാളുടെ തലയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായ അമിത്ഷാ കേരളത്തിലെത്തിയതും പ്രവർത്തകരെയും നേതാക്കളെയും മറ്റും കണ്ടതും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് പിടിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് അമിത്ഷായുടെ നിർദ്ദേശം നൽകി. ബൂത്ത് തലത്തിലെ പ്രവർത്തനം ഉൾപ്പെടെ 30 നിർദ്ദേശങ്ങളും അമിത്ഷാ നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 25% വോട്ടിലേക്ക് എത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി BJP മാറുമെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു മാസത്തിനിടെ 2ാം തവണയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് കേരളത്തിലെത്തിയ അമിത്ഷാ നിർണായക നിർദ്ദേശങ്ങളാണ് നേതാക്കൾക്ക് മുന്നിൽ പങ്കുവച്ചത്. യോഗത്തിന്റെ തുടക്കം പങ്കെടുത്ത നേതാക്കളിൽ നിന്നും അമിത്ഷാ ആശയങ്ങൾ കേട്ടു. തുടർന്ന് സംശയങ്ങൾക്കും ഉത്തരം നൽകി. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന BJPക്ക് മുന്നിൽ വോട്ട് ശതമാനം സംബന്ധിച്ച നിർണായക നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് പിടിക്കണമെന്നാണ് അമിത്ഷാ ആവശ്യപ്പെടുന്നത്. അങ്ങനെ പിടിക്കാനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി മണ്ഡലങ്ങളിൽ BJPക്ക് വിജയിക്കാനാകും. BJPയോട് അകന്നു നിൽക്കുന്ന ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലേക്ക് സ്ഥിരമായ സമ്പർക്കത്തിലൂടെ കടന്നു കയറാനാണ് പ്രധാന നിർദ്ദേശം. ബൂത്ത് തലത്തിലെ പ്രവർത്തന രീതി ഉൾപ്പെടെ 30ഓളം നിർദ്ദേശങ്ങൾ അദ്ദേഹം നേതാക്കൾക്ക് മുന്നിൽ പങ്കുവച്ചു. പ്രാദേശിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടാകും തുടർ നീക്കങ്ങൾ.
കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കത്തോലിക്ക സഭ നേരിട്ട് സമരരംഗത്ത് നിൽക്കുന്ന സാഹചര്യത്തിന് പിന്നാലെ കേന്ദ്ര സംഘത്തെ ഇന്ന് കുട്ടനാട്ടിൽ എത്തിക്കും. കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. സമാനമായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ജനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ നിർദ്ദേശം നൽകിയാണ് അമിത്ഷാ മടങ്ങിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല തീരുമാനിക്കുന്ന കാര്യത്തിൽ BJPയിൽ ചർച്ചകൾ തുടരുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. സംസ്ഥാനത്ത് ഭരണം പിടിക്കുമെന്ന BJPയുടെ പ്രഖ്യാപനം ഗൗരവത്തോടെ കാണണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത്. BJP മേൽക്കൈ നേടിയാൽ കേരളം ഇതുവരെ നേടിയ എല്ലാ മൂല്യങ്ങളും തകരുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. അമിത്ഷാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവതരിപ്പിക്കാൻ നോക്കിയത്. അപ്പം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുമെന്നതാണ്. BJP ഭൂരിപക്ഷം നേടും. അതിൻ്റെ മുന്നോടിയായി ഇവിടെ നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് തങ്ങൾ നേടും എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത് അതീവ ഗൗരവമായി കേരളീയ സമൂഹം കാണേണ്ട പ്രശ്നമാണ്. പിണറായി വിജയനാണ് പ്രതികരിച്ചത്. നമുക്ക് നമ്മുടെ മറ്റൊരു സെഗ്മെന്റിലേക്ക് പോകാം. വൈറൽ കട്ട്സ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭരണപക്ഷ പാർട്ടിയുടെയും BJPയുടെയും പ്രധാന ആവശ്യം. ഇന്ന് ചിക്കൻ തന്തൂരി തയ്യാറാക്കി DYFIയുടെ പ്രതിഷേധമുണ്ടായി. വെള്ളറട ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയത്. ചൂണ്ടിക്കൽ ജംഗ്ഷനിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധ ബോർഡുകളും ജീവനുള്ള പൂവൻ കോഴിയെയും കയ്യിലേന്തിയായിരുന്നു DYFI പ്രവർത്തകർ പ്രകടനമായി എത്തിയത്. തുടർന്ന് വെള്ളറട ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ ചിക്കൻ തന്തൂരി പാചകം ചെയ്യുകയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് കേരളം കണ്ട ഏറ്റവും വൈറലായ ദൃശ്യങ്ങൾ ഇതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് കോഴിയുമായി പ്രകടനം നടത്തിയ BJP പ്രവർത്തകരെ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇതാ ഇപ്പോൾ തന്തൂരി തയ്യാറാക്കി DYFI പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ലൈംഗിക അതിക്രമ പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയുടെ അന്വേഷണം. കക്ഷിയായ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. പരാതിയെ തുടർന്ന് ജഡ്ജി V. ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റി. ഇക്കഴിഞ്ഞ 19-നാണ് ചവറ കുടുംബ കോടതിയിൽ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടെത്തിയ സ്ത്രീക്ക് ദുരനുഭവമുണ്ടായതെന്നാണ് പരാതി. കുടുംബ കോടതി ജഡ്ജ് V. ഉദയകുമാർ ചേംബറിൽ വെച്ച് യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. സമാനമായ 2 പരാതികൾ കൂടിയുണ്ടെന്നാണ് സൂചന. ജില്ലാ ജഡ്ജിക്ക് നൽകിയ പരാതി ഹൈക്കോടതിക്ക് കൈമാറുകയായിരുന്നു. ആരോപണ വിധേയനായ കുടുംബ കോടതി ജഡ്ജ് V. ഉദയകുമാറിനെ തൊട്ടടുത്ത ദിവസം വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റി. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം ആരോപണ വിധേയനായ ജഡ്ജിനെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയതിൽ അഭിഭാഷകർക്കിടയിൽ അമർഷം നിലനിൽക്കുന്നുണ്ട്. V. ഉദയകുമാർ കഴിഞ്ഞ ദിവസം കൊല്ലം MACT കോടതിയിൽ ചാർജ് എടുത്തെങ്കിലും ലീവിൽ പോയി. സിറ്റിംഗ് നടത്തുകയാണെങ്കിൽ പ്രതിഷേധമുയർത്താനാണ് അഭിഭാഷകരിൽ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.